ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പുലർച്ചെ 1:15 ജയിൽ ചാടിയത്. സെല്ലിന് പുറത്തേക്കിറങ്ങിയതിനു ശേഷം 3 തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുത്തു. 1:30 കഴിയുന്നതോടെയാണ് ഇയാൾ പുറത്തേക്കിറങ്ങുന്നത്. പിന്നീട് 10-ാം ബ്ലോക്കിന്റെ മതിൽ ചാടി കടന്നു. ശേഷം വലിയ മതിലായ പുറം മതിൽ ചാടി കടന്നു. മതിൽ ചാടി കടക്കുമ്പോഴേക്കും 4 മണി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 1.5 മാസമായി കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു ജയിൽ ചാട്ടം. ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നാണ് ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി. അതേസമയം രക്ഷപ്പെട്ട ശേഷം യാചകനെ പോലെ റോഡിന്റെ വശത്തുകൂടെ നടന്നു നീങ്ങുന്ന ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങളും വൈറലായി. തളപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഇയാൾ ആദ്യം ഒഴിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞിരുന്നു. നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ലെന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത്. കോഴിക്കോടും കാസർഗോഡും അടക്കം സംസ്ഥാനത്തെ പല ഭാഗത്തും ഗോവിന്ദചാമിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് തളപ്പിലെ വീട്ടിൽ നിന്ന് ഇയാൾ പിടിയിലായത്. 3 മണിക്കൂർ നീണ്ട തിരച്ചിലിലാണ് ഗോവിന്ദചാമിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. കണ്ണൂർ ജയിലിലുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയിലേക്കാണ് ചോദ്യങ്ങൾ നീളുന്നത്. പക്ഷേ പ്രതിയെ വേഗത്തിൽ പിടികൂടാനായത് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ ആശ്വാസമാണ്.